ഹായ് ഡിയേഴ്സ്, അനഗംസ് ആണ്. മക്കളെ, നമ്മൾ 10 ഡേയ്സ് ചലഞ്ച് ഒക്കെ ആരംഭിച്ചു വരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ലൈവുകൾ നിങ്ങൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാണ് അല്ലേ? അപ്പം ഇനി ഒരു 10 ദിവസമേ ഉള്ളൂ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് സെറ്റ് ആക്കാൻ. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് സെറ്റ് ആക്കണം എന്ന് പറയുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും? ഇവിടെ നമുക്ക് 15 ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. 15 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്ക് ഓൾറെഡി അറിയാം അത്രത്തോളം ബൾക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ 10 ദിവസത്തില് പൊളിറ്റിക്കൽ സയൻസിനായിട്ട് നമ്മുടെ സൈലം നമുക്ക് തരുന്നത് 3 ദിവസമാണ്. അപ്പൊ ഈ 3 ദിവസത്തില് ഒരു ദിവസത്തില് 5 ചാപ്റ്റേഴ്സ് വെച്ചാണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ ലൈവും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്നതാണ് ഈ ഒരു 10 ഡേയ്സ് ചലഞ്ച്. അതിനുശേഷം നിങ്ങൾക്ക് മാരത്തോണും മിനി മാരത്തോണും സൂപ്പർ 60 ഇതെല്ലാം വരും. പക്ഷെ ആ സമയത്തേക്കാണ് പഠിക്കാനിരിക്കുന്നെങ്കിൽ ഈ ഒരു 15 ചാപ്റ്റേഴ്സിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 10 ഡേയ്സ് ചലഞ്ച് മുതലേ തുടങ്ങാം. ഇപ്പൊ ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആദ്യം മുതൽ ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കും. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ, അതേപോലെ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 5 ചാപ്റ്റർ. ഈ 5 ചാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് പ്രധാന അവകാശങ്ങളെ കുറിച്ച്, മെയിൻലി നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് വരികയാണ്. അത് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ സെറ്റ് ആക്കിയിട്ട് ഗവൺമെന്റിന്റെ ഓർഗൻസ് ആയ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചറും പഠിക്കും. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലൈവിൽ വരിക, 1ാമത്തെ ലൈവിൽ വരിക. 2ാമത്തെ ലൈവിലേക്ക് നമ്മൾ പോകുമ്പോൾ ജുഡീഷ്യറി, ഫെഡറലിസം, ലോക്കൽ ഗവൺമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്, ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ സെക്കൻഡ് ലൈവിൽ പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ലാസ്റ്റിലെ ചാപ്റ്റേഴ്സ്, അതായത് 5 ചാപ്റ്ററിൽ ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റും അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫിലോസഫിയും, ഇതൊക്കെ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്ക് വളരെ കുറച്ച് നമുക്ക് അവിടെ വരുന്നുള്ളൂ, അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുള്ളൂ. പക്ഷെ ഫെഡറലിസം, ലോക്കൽ ഗവൺമെന്റ് ഒക്കെ എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ബിക്കോസ് അവിടുന്ന് നമുക്ക് 8 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ലൈവിൽ നമ്മൾ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും നോക്കി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ടീവ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ 3 ഓർഗൻസ്, അതായത് ഗവൺമെന്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്ന 3 ഓർഗൻസും നമ്മൾ ഈ ഒരു 10 ചാപ്റ്റർ, അത് 2 ലൈവിൽ നമ്മൾ 10 ചാപ്റ്റർ സെറ്റ് ആക്കുമ്പോൾ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ 3ാമത്തെ പാർട്ട് ലൈവിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 5 ചാപ്റ്റർ സെറ്റ് ആക്കാനുണ്ട്. പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ, ഫ്രീഡം, റൈറ്റ്സ്, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഈ 5 ചാപ്റ്റേഴ്സും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞില്ലേ? അതായത് നമ്മൾ 3rd പാർട്ടിലെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ പൊളിറ്റിക്കൽ തിയറികളാണ് പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ചാപ്റ്റർ. അതായത് നമ്മുടെ ഫ്രീഡം, ഇക്വാലിറ്റി, അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്, റൈറ്റ്സ്, ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഈസി പീസി ആയിട്ട് ഈ ഒരു 10 ഡേയ്സ് ചലഞ്ചിൽ 3 ദിവസം കൊണ്ട് നമ്മൾ 15 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പം 3 ദിവസം കൊണ്ട് 15 ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കാൻ നോർമലി നമുക്കൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും. പക്ഷെ സൈലത്തിൽ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷെ നിങ്ങൾ കൂടെ വിചാരിക്കണം. എന്താ വിചാരിക്കുന്നത്? കറക്റ്റ് ആയിട്ട് ലൈവിൽ വരിക. ലൈവിൽ വന്നാൽ ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ നമ്മൾ സെറ്റിം ആക്കല്ലേ? അപ്പൊ എല്ലാ ലൈവിലും വന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക്, അതായത് A+ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ കാണാം. അപ്പൊ എല്ലാ ലൈവിലും വന്ന് അടിപൊളിയാക്കാം. അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ A+ തന്നെ വാങ്ങി നമ്മൾ സെറ്റ് ആവും.